എല്ലാരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണെന്ന് ഓഗസ്റ്റ് 2. മറ്റൊന്നുമല്ല, കൂലിയുടെ ട്രെയിലർ റിലീസാണ് ഇന്ന് 7 മണിക്ക്. അപ്പോൾ രജനികാന്ത് ഫാൻസ് മാത്രമല്ല എല്ലാവരും, പ്രത്യേകിച്ച് ലോകേഷിന്റെ യൂണിവേഴ്സ് കാണാൻ കാത്തിരിക്കുന്നവരും. ലോകേഷ് ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു ഇത് ആളുടെ യൂണിവേഴ്സ് അല്ലാന്ന്. എന്നാൽ പോലും എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ്. പടത്തിന് ഇന്നലെ മറ്റേ സെൻസർ കഴിഞ്ഞപ്പോൾ A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പടത്തിന് ഇന്ത്യയിൽ തന്നെ ഒരു വിധം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കൂലി. അതിന് ട്രെയിലറിന് 7 മണിക്ക് വരും. അപ്പൊ കറക്റ്റ് 7 മണി ഉണ്ട്. നമുക്ക് ട്രെയിലർ ഉണ്ട്, ബാക്കി ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ട്രെയിലർ എന്തായാലും വന്നിട്ട് നോക്കാം. കൂലി ട്രെയിലർ സൺ പിക്ചേഴ്സിലും വരിക. ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்கணும்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்திலேருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா. ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ ഇപ്പൊ ഒരു 20 സെക്കൻഡ് ഫുള്ള് കാണിച്ചിട്ടുള്ളതിൽ സൗബിൻ മാത്രമാണ്. പക്ഷെ ആരുടെ ഫേസ് ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല. കൂടുതലും കാണിച്ചിരിക്കുന്നത് സൗബിനാണ്. ആളുടെ ഇൻട്രോ ഒക്കെ നൈസ് ആകുമ്പോൾ നമുക്ക് നോക്കാം. സൗബിന്റെ ഇല്ല, സൂപ്പർ സ്റ്റാറിന്റെ. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் அவனுங்க பெரிய ஆளான மாதிரி தெரியல. அவனுங்க உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்ணணும் சார். இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழി. അപ്പോൾ ബാക്കി എല്ലാവരും കാണിച്ചു. ബാക്ക് ഷോട്ട് ആണെങ്കിൽ പോലും അമീർ ഖാനെ കാണിച്ചിട്ടുണ്ട്, നാഗാർജുന കാണിച്ചിട്ടുണ്ട്, സൗബിനെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ബാക്ക് ഷോട്ട് മറ്റേ നാഗാർജുന കാണിച്ചു, സൗബിനെ കാണിച്ചു. പക്ഷെ ഇത് അമീർ ഖാന്റെ ബാക്ക് ഷോട്ട് കാണിച്ചു, രജനീകാന്തിനെ കാണിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകേഷ് പറഞ്ഞാൽ ഗണ്ണും ആക്കി പരിപാടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതില് ഇപ്പൊ കാണിച്ച കുറെ സീൻ തന്നെ ഗണ്ണും കൊണ്ട് പരിപാടിയൊക്കെ ചെയ്യണ്ടല്ലോ. ஒரு இடம் விடாம தோட்டம் இறக்குடா. 30 வருஷமா ஒருத்தன் ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது எனக்கு ஒன்று எங்கேயோ பார்த்த மாதிரி இருக்கு. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். அரங்க மதிர பிசில் பறக்கவே எட்ரா கொக்கி. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்கு. അങ്ങനെ ട്രെയിലർ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു സീനിലൊക്കെ തലവറിന്റെ ലാസ്റ്റ് പണ്ടത്തെ ഒരു ലുക്കിന്റെ ഒരു സാധനം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടൊരു സാധനം കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. എനിക്ക് ട്രെയിലർ എനിക്ക് ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് കൂടിയാണ് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ജയിലറിലൊക്കെ ഇട്ടൊന്ന് കമ്പയർ ചെയ്യാൻ ട്രെയിലറായിട്ട് എനിക്ക് തോന്നിയില്ല. ചില സമയത്ത് ഭയങ്കര പീക്കാവുണ്ട്, ചില സമയത്ത് പക്ഷെ എന്നാലും ഒരു നോർമൽ ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടാകണം. മേക്കിംഗ് ഒക്കെ കിട്ടില്ലാണ്ട് ലൊക്കേഷന്റെ മേക്കിംഗ് ബാക്കി പരിപാടിയൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഗംഭീരമായിരിക്കും. അതേപോലെ എനിക്ക് തോന്നുന്നു അമീർ ഖാന് എനിക്ക് തോന്നുന്നു വലിയൊരു റോള് പരിപാടി ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് സൗബിൻ, നാഗാർജുന ഇവർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് തോന്നുന്നുണ്ട്. കാരണം ഇതിൽ ട്രെയിലർ കാണിച്ചപ്പോഴും
അമീർ ഖാന്റെ ജസ്റ്റ് കാണിച്ചു പോയുള്ളൂ. ഇനി പടത്തിൽ കൂടുതൽ റോൾസ് ഉണ്ടോ എന്ന് അറിയില്ല. കാരണം പോസ്റ്റർ വന്ന സമയത്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും അമീർ ഖാന്റെ ആ പോസ്റ്ററിൽ കണ്ട അതേ സെയിം കോസ്റ്റ്യൂമിൽ തന്നെ കുറച്ച് പരിപാടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ലെങ്തി റോൾ ആവാൻ ചാൻസ് കുറവാന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ എന്നിട്ടാ ശ്രുതി കമലഹാസൻ ഒന്നും എനിക്ക് അത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല ഇതൊരു സിനിമയിലൊന്നും. എല്ലാ പടത്തിലും വലിയ ബിഗ് ബഡ്ജറ്റ് പടത്തിലൊക്കെ ആളെ കാണാറുണ്ട്, പക്ഷെ അത്ര സുഖമായിട്ട് തോന്നാറില്ല. നന്നാവട്ടെ. പിന്നെ സൗബിനൊക്കെ രജനീകാന്തിനെ നേരിട്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്തൊരു വിനായകൻ ചിലപ്പോൾ അതിന് മുകളിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. ജയിലറിലായിട്ടും അടിപൊളി ആവട്ടെ സൗബിന്റെ ഒക്കെ. പക്ഷെ പ്രതീക്ഷിച്ചത്ര എനിക്ക് വലിയ ഇമ്പാക്ട് ഒന്നും കിട്ടിയില്ല കേട്ടാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചില നമ്മുടെ ആളെ കാണിക്കുന്ന സമയത്തൊക്കെ സംഭവം ചെറിയ ഹൈ ആയി വരുന്നെങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്രത്തോളം വലിയൊരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം തന്നെയാണ്. ഈ വർഷം കാത്തിരിക്കണതിൽ ഏറ്റവും വലിയ ഹിറ്റ് ആയിരിക്കാം ചാൻസ് ഉള്ളതാണ്. LCO കണക്ട് ചെയ്ത സംഭവം അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ബാക്കി പരിപാടികളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റേ തോക്ക് ബാക്കി പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ കൂടുതൽ സീൻസിലും കൂടുതൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വയലൻസ് ഓൾറെഡി എന്തായാലും ഉണ്ടാവും. അതെന്തായാലും ട്രെയിലർ വ്യക്തമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്തോളോ. ആവറേജ് ആണോ, എക്സ്ട്രാ ഓർഡിനറി ആണോ, ഗംഭീരാണോ, എന്താ വെച്ചാൽ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.